ശ്രീ അൻസാരി വളരെ യാദൃച്ഛികമായി വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിൽ പോകുന്നു സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥിക്കുന്നതിനിടയിൽ. അതുപോലെ വളരെ യാദൃച്ഛികമായി SDPI പ്രവർത്തകരെ കാണുന്നു എന്നൊക്കെയാണ് കോൺഗ്രസിൻ്റെ വക്താവ് പറഞ്ഞു വച്ചിരിക്കുന്നത്. അങ്ങനെയാണോ? അതാണോ യാഥാർത്ഥ്യം? എനിക്ക് ഇതിൽ ആദ്യം സൂചിപ്പിക്കാനുള്ളതേ, നമ്മുടെ ടൈറ്റിൽ പൊളിറ്റിക്കൽ ഇസ്ലാം, അതിനോടൊപ്പം SDPയുടെ കൊടിയും. ജനം എന്താണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? ജനം TV എന്താണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? അത് വ്യക്തമാണല്ലോ. ഇതിൽ ആ ടൈറ്റിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ. പൊളിറ്റിക്കൽ ഇസ്ലാം പിടിമുറുക്കുന്നു കേരള രാഷ്ട്രീയത്തിൽ. ചർച്ച ചെയ്യുന്ന പല സംവാദങ്ങളും നടക്കുന്നുണ്ട്. ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, വളരെ ഹോട്ടായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നോക്കൂ, പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുമ്പോൾ ഞാനത് അൻസാരിയോട് കൃത്യമായിട്ട് വ്യക്തമാക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. SDPI എന്താ? SDPI അറിയാലോ, നാട്ടിൽ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ രൂപമാണ് SDPI അല്ലേ? SDPI കേരള രാഷ്ട്രീയത്തിൽ അവർക്ക് ഉള്ള സ്വാധീനം, അതായത് BJP ഒരു കാരണവശാലും BJP സ്ഥാനാർത്ഥി ഒരു കാരണവശാലും തിരഞ്ഞെടുക്കപ്പെടരുത്, BJPക്ക് കേരളത്തിൽ വീണ്ടും അക്കൗണ്ട് തുറക്കാനുള്ള ഒരു അവസരവും ഉണ്ടാവരുത്, അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നു, അതിനുള്ള എല്ലാ ആയുധങ്ങളും സംഭരിക്കുന്നു. അതിന് കൃത്യമായിട്ട് ഇടത് വലത് മുന്നണികളെ നിങ്ങൾ തരം നോക്കി, നിങ്ങൾ സമയം നോക്കി നിങ്ങൾ കൃത്യമായിട്ട് പിന്തുണയ്ക്കുന്നു. ശരിയല്ലേ? അതല്ലേ പാലക്കാട് കണ്ടത്? ഓക്കെ ഞാൻ പറയാം. BJPയെ പരസ്യമായി എതിർക്കുന്നു, BJP ജയിച്ചു വരാതിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അതാണ് നിങ്ങൾ പൊളിറ്റിക്കൽ ഇസ്ലാമിനോട് ചേർത്ത് ഇത് വെച്ചെങ്കിൽ ഓക്കെ, നിങ്ങൾ അതാണ് ഓക്കെ. പക്ഷേ വേറെ ഒരു എന്തെങ്കിലും ഉദ്ദേശം, അതായത് ഇത് മതത്തെ ഏറ്റവും കൂടുതൽ പറയുകയും ഈ രാജ്യം ഒരു മതരാഷ്ട്രമാകണമെന്ന് പ്രഖ്യാപിക്കുന്ന ഏക പ്രസ്ഥാനം അത് BJP മാത്രമേ ഉള്ളൂ. BJP അല്ലാതെ ഒരു പ്രസ്ഥാനം, ഒരു പാർട്ടിയും അങ്ങനെ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഏതായാലും നിങ്ങളുടെ ഈ ഒരു ജനം TVയുടെ BJP ഒരിടത്തും പറഞ്ഞിട്ടില്ല. മറ്റൊന്ന് ഇസ്ലാമിക് സ്റ്റേറ്റിന് വേണ്ടി 2047 ഇസ്ലാമിക് സ്റ്റേറ്റ് യാഥാർത്ഥ്യമാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി നീങ്ങുന്ന ഒരേ ഒരു പ്രസ്ഥാനം നിങ്ങളുടെ പ്രസ്ഥാനമാണ് അല്ലേ? അത് നമ്പ്യാർക്ക് എവിടെ നിന്ന് കിട്ടി? SDP എങ്ങനെ 2047 ഇസ്ലാമിക രാജ്യം ആവണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പ്യാർ ഈ സ്ഥാനം രാജിവെക്കുവോ അല്ലെങ്കിൽ പിൻവലിക്കുവോ? അല്ല, അതാണല്ലോ, അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ നേതാക്കന്മാർ വലിയ വിഭാഗമാണ്, വലിയ സ്വാധീനമുള്ള പാർട്ടി തന്നെ. എന്താ തിഹാർ ജയിലിൽ കിടക്കാത്തവരായിട്ട് രാഷ്ട്രത്തിൽ വേറെ ആരില്ലേ? കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ തിഹാർ ജയിലിൽ കിടക്കുന്നത് ഈ രാജ്യത്ത് എന്തെങ്കിലും അപമാനമാണോ? നിങ്ങൾക്ക് അപമാനമായിരിക്കും. തിഹാർ ജയിലൊക്കെ വിട്. നിങ്ങളുടെ BJPയുടെ നേതാക്കന്മാർ തിഹാർ ജയിലിൽ നടന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് അതല്ല. ജനം TVയുടെ കൃത്യമായ രാഷ്ട്രീയ ഇത് കൃത്യമായിട്ട് അറിയാം. അത് ഓക്കെ, അത് വിടുന്നു, ഞാൻ വിടുന്നു. മറ്റൊന്ന്, നിങ്ങളിപ്പോൾ വലിയ എക്സ്ക്ലൂസീവായിട്ട് 2-3 ചിത്രങ്ങൾ ഇങ്ങനെ കാണിക്കുക, അത് റൗണ്ട് ചെയ്തൊക്കെ ഇങ്ങനെ കാണിക്കുക. എന്താ കാണിക്കുന്നത്? ഏറ്റവും വലിയ എക്സ്ക്ലൂസീവാണ്. ജനം TV SDPയുടെ നേതൃത്വ അല്ലെ പ്രവർത്തകരുമായിട്ട് രാഹുൽ മാങ്കൂട്ടം നിൽക്കുന്നു. ഞാൻ പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല, പറയാം. നിങ്ങൾ പറയുമ്പം ഇത് സൗണ്ട് കേൾക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് പറയുന്നത്. പറഞ്ഞോളൂ. കേൾക്കുന്നോ? കേൾക്കാം, പറഞ്ഞോളൂ. അതായത് ഞാൻ പറയുന്നത് ഈ ഏറ്റവും വലിയ എക്സ്ക്ലൂസീവ് വാർത്ത ജനം TVക്ക് ലഭിച്ചിരിക്കുന്നു. ഇനിയിപ്പം ഇന്ത്യ ഇടിഞ്ഞു വീണു. കാര്യം എന്തുവാ? രാഹുൽ മാങ്കൂട്ടത്തിൽ SDPയുടെ പ്രവർത്തകർ നിങ്ങൾ ഇന്നും നേരം വെളുക്കാത്തവരാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. SDPI എവിടെ നിൽക്കുന്നു? അല്ലെങ്കിൽ SDPയുടെ ഞാൻ ചോദിച്ചിട്ടോ, വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിൽ വന്നു, വളരെ വലിയ അപരാധമാകുന്നു. SDPയുടെ പ്രവർത്തകരുമായി ചേർന്ന് ഫോട്ടോ എടുക്കുന്നു, വലിയ അപരാധമാകുന്നു. PDPയുമായി ചേർന്ന് നിൽക്കുന്നു, അത് അപരാധം എന്ന് വെച്ചാൽ പിന്നെ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇവിടെ
ഇന്ത്യൻ പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്ത് രാജ്യത്ത് 10-700 ജനപ്രതിനിധികളുള്ള ഒരു പാർട്ടിയാണ് SDPI. നിങ്ങൾ ഭരിക്കുന്ന BJP ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ 3 ജില്ലാ പഞ്ചായത്ത് അംഗമുള്ള ഒരു പാർട്ടിയാണ്. ഇന്നിവിടെ ജാർഖണ്ഡിൽ 2 പിന്നെ ജില്ലാ പഞ്ചായത്ത് 48 ഗ്രാമപഞ്ചായത്തുകളടക്കം ജനപ്രതിനിധികളുള്ള പാർട്ടി SDPI. തമിഴ്നാട്ടിൽ പിന്നെ ജനപ്രതിനിധികളുണ്ട്. കർണാടകയിൽ 7 പഞ്ചായത്തും നഗരസഭകളും ഭരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്തോ ഒരു വലിയ ഭീകരത, ഇത് എത്ര നാൾ മുന്നോട്ട് പോകും? SDPയിൽ ഇന്ന് കേരളത്തിൽ പോലും നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ, പല പ്രദേശങ്ങളിലും SDPയുടെ പിന്തുണ ഇല്ലാതെ LDFനോ UDFനോ കഴിയുന്നില്ല എന്നാണ് നിങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ പാർട്ടി ചെറിയ പാർട്ടി ആയതുകൊണ്ടാണോ? ഈ കേരളത്തിൽ പിന്നെ മതേതര വോട്ടുകൾ അല്ലെങ്കിൽ മതേതര ചിന്താഗതി ആഗ്രഹിക്കുന്ന, മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിക്കും കടന്നു വരാൻ കഴിയുന്ന, ജനാധിപത്യ മൂല്യം ഉൾക്കൊള്ളുന്ന, അതിനനുസരിച്ചുള്ള ഭരണഘടനയുള്ള, രാജ്യത്തെ ഭരണഘടന അംഗീകരിക്കുന്ന യഥാർത്ഥ രാഷ്ട്രീയ പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. അതിന്റെ വളർച്ചയിൽ അത് ആർക്കെങ്കിലും പിന്തുണ കൊടുത്താൽ, അത് ആർക്കെങ്കിലും ഒക്കെ പിന്നെ പ്രവർത്തിച്ചാൽ, കേട്ടില്ല, മതേതരത്വമാണ് SDPയുടെ മുഖമുദ്ര. ഹലോ, യെസ്, അതിനകത്ത് എന്താണ് SDPക്ക് മതേതരത്വമല്ലാതെ എന്താണ് നിങ്ങൾക്ക് തെളിയിക്കാനുള്ളത്? നിങ്ങൾ പഴയ കാര്യം സൂചിപ്പിച്ചു, പിന്നെ തീഹാർ ജയിൽ അത് പഴകിപ്പൊളിച്ചു പോയി. 2 വർഷം കൊണ്ട് നിങ്ങളത് പറയാ. 2 വർഷം കൊണ്ട് പറഞ്ഞതിന് ശേഷം ഇപ്പോഴ് നേരത്തെ പാലക്കാട് നേരത്തെ ഈ പറയുന്ന 2 വർഷത്തിന് മുമ്പുള്ള വോട്ടിനേക്കാൾ എത്രയോ 10 മടങ്ങ് പാലക്കാട് മണ്ഡലത്തിൽ മാത്രം പാർട്ടിക്ക് വർദ്ധിച്ചു എന്ന് ഇടതുപക്ഷം വിലയിരുത്തുക. ഇടതുപക്ഷത്തിന്റെ വിലയിരുത്തലാണ് സരിൻ പറയുന്നത്. അവിടെ 4000 വോട്ടുണ്ട് എന്ന് SDPക്കാരനല്ല പറഞ്ഞത്. അവിടെ പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ഏഷ്യാനെറ്റിന്റെ അദ്ദേഹം ചോദിക്കുമ്പോൾ നിങ്ങൾ ആധികാരികമായി കണക്ക് വെച്ച് പറയുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ നിങ്ങളോട് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു 4000 വോട്ടുണ്ട് SDPക്ക്. SDPI പറഞ്ഞാൽ കേൾക്കുന്ന 8000-ഓളം വോട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 10-30,000 ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ 15,000-ലധികം വോട്ടുകൾ SDPI സമാഹരിക്കാൻ കഴിഞ്ഞു എന്ന് ഒരു സ്ഥാനാർത്ഥി വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ടെങ്കിൽ ഈ പാർട്ടി നിങ്ങൾ ഇന്നും പഴകിപ്പൊളിച്ച ആ ആരോപണമായി നിങ്ങൾ മുന്നോട്ട് പോയിക്കോ. ഞങ്ങളുടെ പാർട്ടിയുടെ അടിത്തറ പിന്നെ വളരെ ശക്തമാക്കിക്കൊണ്ട് അടിത്തറ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. എന്റെ ചോദ്യത്തിന് താങ്കൾ ഇതുവരെയായും മറുപടി തന്നിട്ടില്ല. ഞാൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. അതായത് കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞ എന്താ, യാദൃച്ഛികമായി നമ്മളിങ്ങനെ കണ്ടുമുട്ടി, വോട്ട് അഭ്യർത്ഥിക്കുന്നതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ SDPI പ്രവർത്തകരെ കാണുന്നു, വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിലേക്ക് പോകുന്നു. ഇതൊക്കെ യാദൃച്ഛികമാണ്. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുമായി കൂടിയാലോചന നടത്തി ചില ഉറപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണല്ലോ നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് മണ്ഡലത്തിൽ പിന്തുണ നൽകിയത്, ആണോ അല്ലയോ? യെസ് ഓർ നോ? അല്ല, അതിന് നമ്മൾ കൃത്യമായി 2-ാം തീയതി നടന്ന പിന്നെ നമ്മുടെ വാർത്താ സമ്മേളനത്തിൽ, ഈ ഇലക്ഷന് തൊട്ട് മുമ്പ് നടന്ന സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഹമീദ് മാഷ് എടുത്തിരിക്കുന്ന നിലപാടെന്താണ്? അവിടെ പിന്നെ ഒരു കാരണവശാലും പിൻവാതിലൂടെ ഇപ്പോൾ BJP ഒരു ജനാധിപത്യ രീതിയിൽ ഇടപെടുകയും ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെട്ടുകൊണ്ട് ജയിക്കുന്നതിനെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് ജനാധിപത്യപരമായ രാജ്യത്ത് സർവ്വസാധാരണമാണ്. അത് SDPക്കും പറ്റും, BJPക്കും പറ്റും, ആർക്കും പറ്റും. പക്ഷേ ചില മതേതര പാർട്ടികളെയൊക്കെ ഉൾപ്പെടുത്തി ഇങ്ങനെ ഒരു മുന്നണി ഉണ്ടാക്കി പോകുന്നത്, അത് പിൻവാതിലൂടെ ജയിക്കാൻ ഒരു അവസരം ഉണ്ടാകരുത്. അവിടെ BJPക്ക് വളരെ സാധ്യതയുണ്ടാകുന്നു. അവിടെ തൊട്ട് പിന്നിൽ നിൽക്കുന്നത് ആരാണോ, അവിടെ അന്നേരം പേര് പറഞ്ഞില്ല, അതാണ് സേനാപതി ഇവിടെ പറഞ്ഞു. അവിടെ ഞങ്ങൾ പഠനം നടത്തി, അല്ലെങ്കിൽ പഠിച്ച് അവിടെ ഞങ്ങൾ പ്രവർത്തിക്കും. ഞങ്ങൾ പഠനം നടത്തി, ഞങ്ങൾ ആധികാരികമായി പഠനം നടത്തി. അപ്പോൾ LDF ബഹുദൂരം പിന്നിലാണെന്ന് നമുക്ക് മനസ്സിലായി. അതിനുശേഷം ആരാണോ മുന്നിലുള്ളത് അവർക്ക് വേണ്ടി വർക്ക് ചെയ്തു, പ്രവർത്തിച്ചു. അത് അവരുടെ മഹിമ കൊണ്ടല്ല, അവരോട് ചർച്ച ചെയ്തിട്ടല്ല, അവരെന്തെങ്കിലും വലിയ ഈ രാജ്യത്ത് വിപ്ലവം സൃഷ്ടിക്കുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. പക്ഷേ നമ്മൾ കൃത്യമായി നമ്മുടെ പിന്നെ BJP പോലൊരു പ്രസ്ഥാനം മുനമ്പം പോലുള്ള വിഷയങ്ങളിൽ വർഗീയ ചേരുവരുണ്ടാക്കുന്നു, ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുന്നു, ക്രൈസ്തവരും മുസ്ലിങ്ങളും തമ്മിൽ സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയുള്ള ഒരു അവസരം ഈ കേരളത്തിലെ മന്ത്രി അടക്കം സന്ദർശിച്ചിരുന്നു. മുനമ്പത്തുകാർ അവരിങ്ങോട്ട് വരണ്ട, BJP നേതാക്കന്മാർ അങ്ങോട്ട് വരണ്ട എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. മുനമ്പത്തുകാർക്കില്ലാത്ത പരാതി എന്തിനാണ്
എന്തിനാണ് അൻസാരി ഇപ്പോഴും എനിക്ക് ഉത്തരം കിട്ടിയില്ല. ഞാൻ ചോദിച്ചത് UDF നേതൃത്വവും SDPI നേതൃത്വവും അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ ഒരു ധാരണയ്ക്ക് നിങ്ങൾ തീരുമാനിച്ചത്? ഇപ്പൊ പറയുന്നു SDPI പിന്നെ ആയിട്ട് അങ്ങനെ ഒരു ധാരണയിൽ എത്തിയിട്ടില്ല എന്നൊക്കെ പിന്നെ KPCC അധ്യക്ഷനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്കറിയേണ്ടത് നിങ്ങളുമായിട്ടൊരു ധാരണയുണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ വോട്ട് കൊടുത്തത്? ഇന്നിപ്പോൾ പാലക്കാട് ജില്ലാ സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട് 10,000-ലധികം SDPIയുടെ വോട്ടുകൾ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് എന്ന്. അപ്പോൾ മാത്രമല്ല ആ ലീഫ്ലെറ്റിൻ്റെ കാര്യം കൂടി, ലഘുലേഖയുടെ കാര്യം കൂടി താങ്കളൊന്ന് പറയണം. ലഘുലേഖ അത് കോൺഗ്രസ് അച്ചടിച്ച് തന്നു, SDPI പ്രവർത്തകർ വിതരണം ചെയ്തു. ശരിയാണോ അല്ലയോ? രണ്ട് കാര്യം. പാർട്ടിക്ക് ആരും ലഘുലേഖ അടിച്ചു തരേണ്ട ഗതികേട് പാർട്ടിക്ക് വന്നിട്ടില്ല. ഞങ്ങളുടെ പാർട്ടി വളരെ കൃത്യമായി ഏതെങ്കിലും മണ്ഡലങ്ങളിൽ ഇടപെടുകയോ പ്രവർത്തിക്കുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സ്വന്തമായി, ഇനി പാർട്ടിക്ക് ഫണ്ടില്ലെങ്കിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രവർത്തകരെടുത്ത് പറഞ്ഞാൽ അവരുടെ പോക്കറ്റിൽ നിന്ന് പൈസ തരും. ആ പ്രസ്ഥാനം കേഡർ പ്രസ്ഥാനമാണ്, പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഞങ്ങൾ നോട്ടീസ് അടിച്ചു. 15,000 നോട്ടീസ് ഞങ്ങൾ അടിച്ചു. അതിൻ്റെ കണക്ക് ഞാൻ പറയാം. 28 കുടുംബസംഗമങ്ങൾ ഞങ്ങൾ നടത്തി. അത് പിന്നെ കോൺഗ്രസുമായിട്ട് ആലോചിച്ചിട്ടോ അന്വേഷിച്ചിട്ടോ ചർച്ച ചെയ്തിട്ടോ അല്ല. ഞങ്ങൾ BJP അവിടെ ജയിക്കരുത്, ഈ പറയുന്ന മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും തമ്മിൽ അകലാൻ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന BJPക്ക് അവസരമുണ്ടാകരുത്, ഈ രാജ്യത്ത് മതനിരപേക്ഷത തളരരുത്, അത് വളരണം. കൃത്യമായി ഇടപെടലിൻ്റെ ഭാഗമായിട്ട് 28 കുടുംബസംഗമം നടത്തി. അതുപോലെ തന്നെ 15,000 നോട്ടീസ് ഞങ്ങൾ അടിച്ചു. അതുപോലെ 116 കേന്ദ്രങ്ങളിൽ ഞങ്ങൾ ഇത് നടത്തി. 300 പ്രവർത്തകർ പങ്കെടുത്തു. 125 ബൂത്തിൽ ഞങ്ങൾ പ്രവർത്തകർ സജീവമായി. അതിൽ 91 ബൂത്തിൽ വളരെ കൃത്യമായി പ്ലാനിങ്ങോടുകൂടി ഞങ്ങൾ ഇടപെട്ടു. അതൊക്കെ വളരെ കൃത്യമാണ്. ഞങ്ങൾക്ക് വളരെ കൃത്യമായി പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോകുന്നത്. പക്ഷേ അതൊന്നും ആരും ചർച്ച ചെയ്തിട്ടോ ആരെങ്കിലും ഞങ്ങൾക്ക് എന്തെങ്കിലും തന്നിട്ടൊന്നുമല്ല. ഞങ്ങൾക്ക് ഈ രാജ്യത്തിൻ്റെ അവസ്ഥ അറിയാം. ഈ രാജ്യത്ത് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്താണ് എന്ന് കൃത്യമായ ധാരണ ഞങ്ങൾക്കുണ്ട്. ആ ധാരണ എന്താണോ, അതിന് എന്താണോ വിജയം വേണ്ടത് അത് ഞങ്ങൾ പ്രവർത്തിക്കും. ഞങ്ങളുടെ പാർട്ടി കേരള പാർട്ടിയാണ്. ഞങ്ങളുടെ പ്രവർത്തകരോട് പറഞ്ഞാൽ വളരെ കൃത്യമായി. രാഹുൽ മാങ്കൂട്ടത്ത് നിങ്ങളെ കാണാൻ വന്നിരുന്നോ? നിങ്ങളുടെ പ്രവർത്തകരെ കാണാൻ വന്നിരുന്നോ? രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വങ്ങളോട്, അതായത് നേതാക്കളോട് വന്ന് കണ്ടതായി എനിക്കറിയില്ല. പക്ഷേ നോട്ടീസ് വിതരണം ചെയ്ത സമയത്ത് ഒരുപക്ഷെ നമ്മുടെ പ്രവർത്തകരുടെ ആയിട്ട് കണ്ടിട്ടുണ്ടാകും. ഒരു സ്ഥാനാർത്ഥി ചില വോട്ടർമാരെ കാണുന്നതിൽ എന്ത് തെറ്റാണ് ജനൻ TV കാണുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. എന്ത് തെറ്റാണ്? ആ മണ്ഡലത്തിലെ വോട്ടർമാരാണ് അവർ UDF വേണ്ടി പ്രവർത്തിക്കുന്ന അവിടുത്തെ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയുടെ രാഷ്ട്രീയ രൂപമാണ് SDPI. അതുകൊണ്ട് തന്നെ അത് വലിയൊരു അക്ഷന്തവ്യമായിട്ടുള്ള അപരാധമാണ്, ഗുരുതരമായിട്ടുള്ളൊരു തെറ്റാണ്. അങ്ങനെയുള്ളവരുമായി കൈകോർക്കുക എന്ന് പറയുന്നത്, നിങ്ങളൊരു ഭാഗത്ത് മതേതരത്വം പറയുന്നു, മറുഭാഗത്ത് മത തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അത് തെളിഞ്ഞതല്ലേ സാർ? 1.5 വർഷമായി നിങ്ങളുടെ നേതാക്കന്മാർ കിടക്കുകയല്ലേ തിഹാർ ജയിലിൽ. ഇപ്പൊ നിങ്ങൾക്ക് തിഹാർ ജയിലിൽ രാഷ്ട്രീയ നേതാക്കന്മാരും കിടക്കുന്നുണ്ട് എന്ന് പറയുന്നു. പക്ഷേ അവരൊന്നും തീവ്രവാദം ആ കേസിലല്ല പെട്ടല്ല ജയിലിൽ കിടന്നത്, തിഹാർ ജയിലിൽ കിടന്നത്. മറ്റ് പല കേസുകൾക്കായിരിക്കും രാഷ്ട്രീയ നേതാക്കന്മാർ കിടന്നിട്ടുണ്ട്. യെസ്, ഇപ്പോൾ പലരും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരൊക്കെ ജയിലിൽ കിടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാം. പക്ഷേ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിന്, അത് വ്യക്തമായി കണ്ടെത്തിയതിന് ഈ രാജ്യത്ത് നിരോധിക്കപ്പെട്ട ഒരു സംഘടന, ആ സംഘടനയുടെ രാഷ്ട്രീയ രൂപം അവരുമായി കൈകോർക്കുമ്പോൾ, അവരുടെ തോളിൽ കൈയിടുമ്പോൾ അത് തെറ്റാണെന്ന് ജനൻ TVയെ പോലുള്ളൊരു മാധ്യമം വിളിച്ചു പറയും. അതിലെന്തെങ്കിലും ഒരു തെറ്റുണ്ടായതായി നമുക്ക് തോന്നുന്നില്ല. ഒരു തെറ്റുള്ളതായിട്ട് നമുക്ക് ഒരിക്കലും തോന്നുന്നില്ല. അങ്ങനെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ഒരുപക്ഷെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വീക്ഷിക്കുമ്പോൾ, അല്ലെങ്കിൽ കോൺഗ്രസ്, ഇടതുമുന്നണി ഒക്കെ ഒരുപക്ഷെ അവർക്ക് വോട്ട് ബാങ്കിന് വേണ്ടി അവർ ഒരുപക്ഷെ നിങ്ങളെ വളർത്തുന്നുണ്ടാവും, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടാവും. പക്ഷേ ആ കണ്ണിലൂടെ ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. അൻസാരി, ക്ഷമിക്കുക.